എന്താണ് നമ്മുടെ കർക്കിടക മാസത്തിലെ ജീവിതചര്യ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ജീവിതചര്യ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ദൈനംദിന ശീലങ്ങൾ, ആഹാര രീതി, ഉറക്കക്രമം, അതുപോലെ തന്നെ മാനസിക നില ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ജീവിതചര്യ എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിൽ ഈ ജീവിതചര്യയിൽ കൂടുതൽ പ്രാധാന്യം ആരോഗ്യ സംരക്ഷണത്തിന് തന്നെയാണ്. മിഥുനം, കർക്കിടകം എന്നീ മാസങ്ങളിൽ നമ്മൾക്കറിയാവുന്ന പോലെ കാലാവസ്ഥയിൽ വളരെയധികം മാറ്റം സംഭവിക്കുന്നുണ്ട്. വേനൽക്കാലത്തിന് ശേഷം മഴക്കാലം വരുന്ന സമയത്ത് പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ പോലെ തന്നെ മനുഷ്യ ശരീരത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. മനുഷ്യൻ്റെ രോഗപ്രതിരോധ ശക്തി കുറയുന്നു, അതോടൊപ്പം തന്നെ ദഹനശക്തി കുറയുന്നു. ഇതിനെല്ലാം കൂടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ അതിയായ മഴയുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ വാതസംബന്ധമായ രോഗങ്ങളെല്ലാം തന്നെ പ്രകടമാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ വാതസംബന്ധങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് കാണുന്ന ലക്ഷണങ്ങളെല്ലാം വളരെ അധികമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് കൈകാലുകൾക്കുണ്ടാകുന്ന തരിപ്പ്, സന്ധികളുണ്ടാകുന്ന വേദന, പിന്നെ ശരീരത്തിന് ഭയങ്കര ക്ഷീണം, ഇതൊക്കെ തന്നെ കൂടുതൽ പ്രകടമാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കർക്കിടക മാസം. പണ്ട് കാലത്ത് പാടത്തും അതുപോലെ തന്നെ പറമ്പിലും ജോലി ചെയ്യുന്ന ആൾക്കാർ പണ്ട് കർക്കിടകത്തിനെ പഞ്ഞമാസം എന്നും അതുപോലെ തന്നെ ദുർഘട പിടിച്ച കാലം എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ പണ്ടത്തെ ആൾക്കാർ ജോലിയില്ല. കർക്കിടക മാസം വരുന്ന സമയത്ത് അതിയായ മഴയാണ്, ആൾക്കാർക്ക് ജോലിയില്ല. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇവർ കൂടുതൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആചരിച്ചു പോകുന്ന പല ചര്യകളും അവർ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഇത്രയും കാലം പോയ വർഷക്കാലത്ത് കൂടുതൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടായ രോഗങ്ങളെയെല്ലാം ശമിപ്പിക്കുന്നതിനാണ് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഈ കർക്കിടക മാസത്തിൽ എണ്ണ തേച്ചു കുളിയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എണ്ണ തേച്ചു കുളി എന്നുള്ളത് ഒരു സാധാരണ ഉള്ള വ്യക്തിക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ ചികിത്സാ രീതിയാണ്. എണ്ണ തേച്ചു കുളീനെ ആയുർവേദത്തിൽ അഭ്യംഗം എന്നുകൂടിയും വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രോഗത്തിന് പൊതുവെ ഈ എണ്ണ തേച്ച് കുളിക്കുന്നത് കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശരീരത്തിൽ രക്തത്തിൻ്റെ ഓട്ടം വർദ്ധിക്കുന്നു, രക്തചംക്രമണം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തണുപ്പിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നു. പിന്നെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നു, സന്ധികളിലുണ്ടാകുന്ന വേദനകൾക്ക് ശമനം വരുന്നു. അതോടൊപ്പം തന്നെ പേശികൾക്കും നാഡികൾക്കും പിന്നെ സന്ധികൾക്കെല്ലാം തന്നെ ബലം കൂടിയും ഉണ്ടാകുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു ചര്യ, അതായത് എണ്ണ തേച്ച് കുളി എന്നുള്ളത് പണ്ട് കാലം മുതലേ ആൾക്കാർ ശീലിച്ചു വന്നിരുന്ന ഒരു കാര്യമാണ്. എണ്ണ തേച്ച് കുളിക്കുന്നതിനായിട്ട് പലപ്പോഴും നമ്മൾ ധന്വന്തരം തൈലമോ അല്ലെങ്കിൽ ക്ഷീരബല തൈലം മുതലായവയൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു വരാറുള്ളത്.